നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെപ്പെ വിരമിച്ചു. ബ്രസീലിൽ ജനിച്ച് അവിടെ നിന്ന് ക്ലബ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോർച്ചുഗലിലേക്ക് പോയി. പിന്നെ അവരുടെ ദേശീയ ടീമിൻ്റെ ഡിഫൻസിലെ എല്ലാമായി മാറിയ പെപ്പെ 41-ാമത്തെ വയസ്സിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്ന കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അദ്ദേഹം ഇക്കാര്യം അറിയിച്ചു. ഇപ്പോൾ പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. 41 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. 878 മത്സരങ്ങൾ, ഈ കാലത്തിനിടെ 878 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. 34 ട്രോഫികൾ അദ്ദേഹം നേടി. അങ്ങനെ നീണ്ട കാലം കളിച്ച് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ യൂറോ കപ്പിൽ ബൂട്ട് കെട്ടി അദ്ദേഹം ഇതാ അന്താരാഷ്ട്ര ഫുട്ബോളിനോടും അതുപോലെ പ്രൊഫഷണൽ ഫുട്ബോളിനോടും ഒരുമിച്ച് വിട പറയുകയാണ്. ബ്രസീലിൽ ജനിച്ച താരം 2001 പോർച്ചുഗലിലേക്ക് എത്തുന്നത്. മാരിറ്റിമോ എന്ന ക്ലബിന് വേണ്ടി കളിക്കാൻ വേണ്ടി അവരുടെ ബി ടീമിൽ കളിച്ചു. പിന്നെ സീനിയർ ടീമിലേക്ക് പോയി പോർട്ടോയിൽ കളിച്ചു. റയൽ മാഡ്രിഡിൽ ദീർഘകാലം കളിച്ചു. അവിടെ നിന്ന് ബെസിക്ടാസിലേക്ക് പോയി വീണ്ടും പോർട്ടോയിൽ കളിച്ചു. കഴിഞ്ഞ സീസണോടുകൂടി അദ്ദേഹം ഫ്രീ ഏജന്റായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന് ബ്രസീലിൽ നിന്നും അതുപോലെ സൗദി അറേബ്യയിൽ നിന്നും ഓഫറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2007 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ പോർച്ചുഗീസ് ദേശീയ ടീമിനായിട്ട് 141 അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. നിരവധി കിരീടങ്ങൾ അദ്ദേഹം നേടാത്ത കിരീടങ്ങൾ എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. കാരണം അദ്ദേഹം പോർട്ടോക്കൊപ്പം പ്രീമിയർ ലീഗ 2005, 2006, 2006, 2007, 2019, 2020, 2021, 2022 ഇങ്ങനെ 4 സീസണുകളിൽ അദ്ദേഹം അവിടുത്തെ ലീഗ് കപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതോടൊപ്പം റയൽ മാഡ്രിഡിനോടൊപ്പം ലാലീഗ 2007, 2008, 2011, 2012, 2016, 2017 സീസണുകൾ നേടി. കൂടാതെ യുവേഫ ചാമ്പ്യൻസ് ലീഗില് അദ്ദേഹം 2013, 14, 15, 16, 16, 17 സീസണുകളിൽ മുത്തപ്പെട്ടു. ബെസിക്ടാസിനൊപ്പം തുർക്കിഷ് സൂപ്പർ കപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയലിനൊപ്പം 2 തവണ മുത്തമിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അന്താരാഷ്ട്ര കിരീടങ്ങളുണ്ടോ? അതുമുണ്ട്. യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് യൂറോ കപ്പ് 2016 മുത്തപ്പെട്ടു. യുവേഫ നേഷൻസ് ലീഗിൽ 2018, 19 സീസണിൽ മുത്തപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് എല്ലാ കിരീടങ്ങളും നേടിക്കൊണ്ട് അദ്ദേഹം ഇതാ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും ഒന്നാകെ അദ്ദേഹം വിട പറയുകയാണ് ഈ 41-ാം വയസ്സിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.